ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അമ്മ എന്തൊരു ജാടയെന്നറിയാം, സമയം പോകുന്നു കേട്ടോ. നല്ല സുന്ദരിയായിട്ടുണ്ട്, അല്ല സുന്ദരമായിട്ടുണ്ട്. എടാ എല്ലാം നല്ല വില കൂടിയ ഇൻഗ്രീഡിയൻസ് എല്ലാം വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഒരു പൊട്ടോട് വെച്ച ചക്കര കുട്ടിയാവും. എൻ്റെ പൊന്നോമന അനിയനും മാത്രമായിരിക്കും. കട്ടി നല്ല രസമുണ്ട് കേട്ടോ, സുന്ദരനാണ്. അതേടാ ഫ്രണ്ട്സിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? കണ്ണുകൊണ്ട് നോക്കണം. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്ത് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ എൻ്റെ വീഡിയോ വ്ളോഗിൽ അങ്ങനെ അധികം സ്കിൻ കെയറോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വെളുത്ത് തുടുത്ത് അങ്ങനെ ആവാനൊന്നുമല്ല. നമുക്ക് ടാൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ടാൻ റിമൂവൽ ആയിട്ടും കുറച്ചൊന്ന് ഒരു ഗ്ലോ ആയിട്ട് തോന്നാനും അങ്ങനെ ഈ എന്താ പറയുക കരിവാളിപ്പ് അങ്ങനെയൊക്കെ വരില്ലേ, അതൊക്കെ ഒന്ന് മാറാനായിട്ടുള്ള അങ്ങനെ പെട്ടെന്ന് അങ്ങനെയല്ല, ഒറ്റ ചേഞ്ചിൽ നമുക്ക് പെട്ടെന്നൊരു ചെറിയൊരു മാറ്റം നമുക്ക് വരും. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഒരു 1 വീക്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല റിസൾട്ട് കിട്ടും. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ഒരു നല്ല അത്യാവശ്യം നല്ലൊരു മാറ്റം തന്നെ വരും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം ചെയ്യുന്നതാണ്, ഇടയ്ക്ക് എന്നെ പറ്റുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ എനിക്ക് പൊതുവേ ഒരു മടിയുള്ള ആളായതുകൊണ്ട് എനിക്ക് സ്ഥിരമായിട്ടൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം കാണും. ഞാനിങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ആലോചിക്കും, അത് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ. പക്ഷേ ആ കാണുന്ന ടൈമിൽ ഞാനിങ്ങനെ ആലോചിക്കുന്നതല്ലാണ്ട് അതിനു വേണ്ടി മെനക്കെട്ട് ചെയ്യാനായിട്ടുള്ളൊരു മടി പൊതുവേ എല്ലാവർക്കും ഉള്ളതായിരിക്കും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി കുറച്ച് ടൈമൊക്കെ മാറ്റി വെച്ച് ചെയ്താൽ നമ്മൾ സ്കിന്നൊക്കെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് വരും. എന്നെപ്പോലെ നിങ്ങൾക്ക് മടി പാടില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്ന എൻ്റെ ഉദ്ദേശം. അപ്പം നമുക്ക് കൂടുതൽ ഇൻട്രോ പറഞ്ഞ സമയം കളയുന്നില്ല, ഞാൻ ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമ്മുടെ കിച്ചണിൽ എപ്പോഴും കാണുന്ന എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് എന്നിട്ട് പോലും എനിക്ക് ചെയ്യാൻ മടിയാണ്, അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാനിത് ട്രൈ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേസിലാണെന്ന്. ഒരിക്കലുമല്ല. ഇവിടെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഞാൻ എപ്പോഴും എന്തെങ്കിലും പണി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന എൻ്റെ പൊന്നോമന അനിയനും മാത്രമായിരിക്കും. അപ്പോൾ അവനെ നമുക്ക് ആദ്യം ഇങ്ങോട്ട് വിളിക്കാം, എന്നിട്ട് അവൻ്റെ മുഖത്ത് നമുക്കിത് ചെയ്ത് കൊടുക്കാം. ചെയ്ത് വലിയ പ്രശ്നമൊന്നും വരത്തില്ല, എന്നാലും നമുക്ക് അവനെ പേടിപ്പിക്കാം. ഓക്കെ മോനെ, ഉണ്ണി വാടാ, വാ ഓടി വാ. എന്തൊരു ജാടയെന്നറിയാം, എന്തെങ്കിലും നമ്മളൊരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതൊരു വ്ളോഗിന് ഇങ്ങനെയൊക്കെ വരാൻ പറയുമ്പോൾ എന്തൊരു ജാടയാണെന്നറിയോ. വാർത്തകൾ വായിക്കുന്നത് അതെ, ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത്. ഉണ്ണി, അപ്പം മോനെ കുറച്ച് സുന്ദരനാക്കണമെന്ന് ചേച്ചിക്ക് ഒരു ആഗ്രഹം. അയ്യോ അല്ല, എൻ്റെ മുഖത്തൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞാനിങ്ങനെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ കാണുന്നു. ചേച്ചി മാറി പ്രശ്നങ്ങൾ പൊക്കോളൂ. ഇതാണൊരു കുഴപ്പം, എന്നെ ഭയങ്കര പുച്ഛമാണ് ഇവിടെ എല്ലാവർക്കും. ഈ പുച്ഛിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഞാനിങ്ങനെ തിങ്ങി നിരങ്ങി ഞാൻ ജീവിച്ചു പോകുന്നത്. അതിൻ്റെ സ്ഥലമുണ്ടല്ലോ, എന്തിനാ തിങ്ങി തിരങ്ങി വയ്ക്കാൻ പോകുന്നത്? കുറച്ച് ചളിയുണ്ടെന്നോ ഉള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല എൻ്റെ കുട്ടിക്ക്. നിങ്ങൾ കുറച്ച് വേണം എന്താ ഓക്കെ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മിണ്ടാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നം, ഞാൻ തന്നെ നാണം കിടത്തുള്ളത്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ആദ്യം നമ്മൾ കുറച്ച് 1 സ്പൂൺ കോഫി പൗഡർ ഇട്ടു. കോഫി പൗഡറിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ ഷുഗർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 1/2 സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ തൈരാണ്. നമ്മൾ ഒരു 1.5 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മോനെ ഇത് നമ്മൾ വെക്കണം കേട്ടോ. ഇത് വെച്ചില്ല പിന്നെ ഫേസിലോട്ട് ഹെയർ കിടന്നാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് അത് എപ്പോഴും അങ്ങനെ കാണിക്കാൻ പറ്റുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കുഴപ്പമില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഭയങ്കര മോശമാണ്. അതിനിപ്പോൾ എന്താ? എനിക്ക് വേണ്ട. എടാ ഉണ്ണി പറയുന്നത് ഇത് വെക്ക ഉണ്ണി. ഇല്ല ഉണ്ണി, ചേച്ചിമാര് പറയുന്നത് അങ്ങനെയാണ്. 5000 രൂപ ഗൂഗിൾ പേ. ശരി ശരി, ഇത് വെച്ച് സമയം പോയിക്കൊണ്ട് അമ്മ ഇത് വലിയ ചെവി.
എടാ ഇത് വെച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പാടാ അത് ആർക്ക്? എനിക്ക്. അപ്പൊ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ടോട്ടെ. എന്ത് കഷ്ടപ്പാട്. ഇപ്പൊ കണ്ട മുടി നന്നായിട്ട് ഇരിപ്പുണ്ട്. അതിലും തൊപ്പി വേണമെങ്കിൽ വെക്കാം. ഒരു പൊട്ടോടെ വെച്ച ചക്കര കുട്ടിയാവും. നിനക്ക് തന്നെ ഇത്ര നാണം. എടാ അങ്ങനെ വെക്കണം. ഇല്ല അങ്ങനെ വെക്കണം. ഓക്കെ എടാ നിനക്ക് തോന്നുക നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ അപ്പൊ നമുക്ക് ഇത് നമുക്ക് ഫേസിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഫോട്ടോസ് ഇത് കഴിയുമ്പോ നെറ്റിൽ അപ്ലോഡ് ആവും. എന്ത് അവന് ഭയങ്കര ഇതെന്താന്ന് വെച്ചാൽ പിന്നെ കൂട്ടുകാർ കളിയാ. എടാ ഉണ്ണി കൂട്ടുകാർ കളിയാക്കും അങ്ങനെ ഇതാക്കും. പിന്നെ അവര് പിടിച്ച് ഉമ്മ നോക്കും പൊക്കോടുന്നു. ഞാൻ പറഞ്ഞോളാം അവരോട്. പിന്നെ എടാ എല്ലാ പാർലറിലും എല്ലാ ആൾക്കാരും ഒക്കെ ഇത് ചെയ്യുന്നതാ. അങ്ങനെ ചെയ്യണം. എടാ എനിക്ക് സമയം പോകുന്നു കേട്ടോ. നല്ല സുന്ദരിയായിട്ടുണ്ട്. അല്ല സുന്ദരമായിട്ടുണ്ട്. എടാ ഇല്ലെന്ന് പറയുന്ന കേക്ക്. നമുക്കപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. മുഖത്ത് അപ്ലൈ ചെയ്യാം. നമുക്ക് ഇവന്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഇതിലോ ഞാൻ അങ്ങനെ ചെയ്യോ? നീ കരയാണോ? അല്ല പിന്നെ കരയാതെ ഇത്. എടാ എല്ലാരും ഇങ്ങനെ ചെയ്യുന്നത്. ഇവൻ ഇതൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ വീഡിയോസ് ഒന്നും. ഉണ്ണി തേക്കട്ടെ. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്നാ? എടാ എല്ലാം നല്ല വില കൂടിയ ഇൻഗ്രീഡിയൻസ് ആണ്. എല്ലാം ഒത്തിരി പൈസ കൊടുത്ത് ചേച്ചി മേടിച്ച ഇൻഗ്രീഡിയൻസ് ആണ്. പറഞ്ഞേ അത് നിനക്ക് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. കണ്ടോ ഒന്നും പറ്റത്തില്ല. ചിലപ്പോൾ ഒരു പുകച്ചിലും നീറ്റലും ഒരു ഇങ്ങനെ അങ്ങനെയൊക്കെ തോന്നും. ഞാൻ തീ പിടിച്ച് മുക്കിടിഞ്ഞ്. തീ പിടിച്ചൊക്കെടാ മൂക്കുന്നത്. പറഞ്ഞ പോലെ ചെയ്യും. അതാണ് എൻ്റെ പേടി. എനിക്ക് എന്താണെന്നറിയത്തില്ല. എനിക്ക് എന്ത് കാര്യമാണേലും ഈ കൈ കൊണ്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഒന്നും പറ്റത്തില്ല കേട്ടോ, പേടിക്കട്ടെ. ഓ അയ്യോ അയ്യോ എന്തൊരു ബുദ്ധിയാണ്. ഇങ്ങോട്ട് നോക്കിയേ എൻ്റെ പൊന്നുമോൻ നോക്ക്. ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാമോ? എടാ നീ പേടിക്കണ്ട. എന്തായാലും നീ നല്ല സുന്ദരനാകും. അത് പോരെ നിനക്ക് പറഞ്ഞാൽ പോരെ. ചിലപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ ഇങ്ങനെ കറുത്ത് കരിവാളിച്ച് ഭയങ്കര എന്തെങ്കിലും ഇങ്ങനെ ചുമന്ന പാടുകളൊക്കെ ചിലപ്പോൾ വരാം. പക്ഷേ ഞാൻ അന്നേരം ദോശക്കറി ചൂടാക്കും. അതേ പിടിച്ച് നിന്റെ മുഖത്ത് മുക്കുഞ്ഞ്. ഇങ്ങോട്ട് നോക്ക് ഞാൻ തേക്കട്ടെ. പിന്നെ പിന്നെ അഭിനയിക്കല്ലേ. ഇങ്ങോട്ട് നോക്കിക്കേ. എടാ എനിക്ക് കാണത്തില്ല. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. പിന്നെ കാണിക്കാൻ പറ്റിയ കൊലാണല്ലോ അല്ലേ. ഒന്ന് ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാ. വലിയ ഉപകാരമായിരുന്നു. കാപ്പിയുടെ മണം വരുന്നുണ്ട്. ഉണ്ടോ? കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഉണ്ട് കണ്ടോ. അത്രേ ഉള്ളൂ. അത് മാത്രം വെച്ചെന്നാ പിന്നെ കാപ്പി എന്തും കുടിക്കുന്നുണ്ടല്ലോ. ശരിയാണല്ലോ. അത് ശരിയാ. പക്ഷെ അത് നമുക്ക് വയറ്റിലോട്ടല്ലേ പോകുന്നത്. നമ്മൾ നല്ല തിക്കായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാനേ. ചെകുത്താനും കടലും നടുക്കായിപ്പോയി. ആരാടാ അവിടെ? ചെകുത്താനാൻ്റെ കടൽ വ്യക്തമാക്കണം. നയം വ്യക്തമാക്കണം. ചെകുത്താനും കടലും നീ തന്നെ. ഓഹ് നനങ്ങാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ചേച്ചിയെ കിട്ടിയത് മോൻ്റെ പുണ്യമാണെന്ന് വിചാരിച്ചോ. എൻ്റെ ഗതികേട്. അങ്ങനെയൊക്കെ പറയില്ല. എനിക്ക് ഫീൽ ആവും കേട്ടോ. ഓ മനുഷ്യത്തുള്ളവർക്ക് ഫീൽ ആകത്തുള്ളൂ. നീ എന്താ സാധനമാടാ ഈ കാട്ടയം കാണിക്കുന്ന എന്നെ? എടാ ഇത് ഞാൻ നിനക്ക് നന്മ വരാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കൊച്ചിന്റെ ഓരോ തെറ്റിദ്ധാരണകൾ. അയ്യോ എന്റെ കമന്റ് ഒക്കെ കാണുന്ന എന്റെ ദൈവമേ. നിങ്ങളൊന്നും കമന്റ് ഒന്നും കൊച്ചിനെ ഇതാക്കിയിട്ടില്ലേ. എന്നെ ഒന്നും പറയല്ലേ. എടാ നിനക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് വിചാരിച്ചാൽ മതി നീ. ഓക്കെ ഏകദേശം നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇനി ഒരു 8 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. 8 മണിക്കൂറോ? ആ എങ്ങും പോകരുത്. പിന്നെ ഞാൻ പോകും. എന്നാലേ റിസൾട്ട് കിട്ടത്തുള്ളൂ. 8 മണിക്കൂർ ഇരിക്കണം. അതായത് ഒത്തിരി പൈസ മുടക്കി മേടിച്ച പ്രൊഡക്റ്റ്. അത് നമുക്ക് വെറുതെ കളയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞിട്ടാണ് മേടിച്ചത്. എടാ നിനക്ക് നിന്റെ നന്മ മറക്കരുത്. നിന്റെ നന്മയ്ക്ക് വേണ്ടി 1000 രൂപയ്ക്കൊക്കെ വേറെ നന്മ എനിക്ക് ചെയ്യായിരുന്നു. അതെന്തുവാ? ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. 8000ന്റെ കണക്ക് ഇവൻ എന്ത് ചെയ്യും? നേര് പറഞ്ഞ 8000 രൂപ എടുത്ത് മേടിച്ചെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞോ? ഇങ്ങോട്ട് തിരിയാവോ? എന്നയുടെ ബുദ്ധിയായിട്ട് വന്നേക്കും അങ്ങോട്ട്. ഇനി നമ്മളിങ്ങനെ ഒരു ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ നമ്മളിങ്ങനെ ഇരിക്കണം കുറച്ച് നേരം. ഒരു 8-10 മണിക്കൂർ.
കുഴപ്പമുണ്ടോ? വീശി തരാം. വായനട്ടടിക്കുന്നു കൂടാതെ. അങ്ങനെ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി മോൻ പോയി കഴുകിയിട്ട് വാ. ഇത് നമുക്കിങ്ങനെ തുടച്ച് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നീ കഴുകിയാലേ മതി. കഴുകുമ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യണേ. ഇങ്ങനെ സ്ക്രബ് ചെയ്ത് വേണേ കഴുകി കളയാൻ കേട്ടോ. നല്ല എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും നന്മയെ നിനക്ക് വരത്തുള്ളൂ. നന്മയല്ല നല്ലതേ വരത്തുള്ളൂ കേട്ടോ. ഈശ്വര, ഇതിൻ്റെയൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതില്ല. അപ്പം എന്താ കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എന്താ കുഴപ്പം? ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഇതുവരെ. ഇങ്ങനെ ഉള്ള പരിപാടീസൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷനും അതിൻ്റെ ഒരു ഇതൊക്കെയാണ് അവനിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം സഹിച്ച് ഇരിക്കുകയാണ് എൻ്റെ കുട്ടി. സാരമില്ല, ഇങ്ങനെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. ചെല്ല്, പോയി കഴുകിട്ടോ, ഓടി വാ. മിണ്ടത്തില്ല. അയ്യോ, ഇത് വെച്ചോടെ വേണം കഴുകാൻ. എനിക്കത് വേണ്ട. നന്നായിട്ട് കഴുകിയിട്ട് വരണം കേട്ടോ. 1/2 മണിക്കൂറായി, പോയിട്ട് വാ. ഓ, പാവമായിട്ടുണ്ട്. എന്നെ ഭംഗിയാണ് നോക്കി, എന്നെ സുന്ദരമാണ് നോക്കിക്ക്. ചടച്ചരാവേ, എനിക്ക് എന്നെ സുന്ദരനായിട്ടുണ്ട്. ഓ, കുഞ്ഞിലെ അവനെ ഞാൻ എന്തോരം തുടച്ച് കുളിപ്പിച്ച് കഴിയുമ്പോൾ തുടച്ച് ഞാൻ പൊന്നു പോലെ നോക്കി വളർത്തിയതാ. എന്തോരം കഷ്ടപ്പെട്ട്. പിന്നെ അവിടെ നിന്ന് ചുമ്മാ നോക്കിയാൽ മാത്രം പോരാ. നോക്കി ഇങ്ങോട്ട് നോക്കട്ടെ. നന്നായിട്ട് കഴുകില്ല. 1/2 മണിക്കൂറായി പോയിട്ട്. എന്നിട്ട് ഉണ്ട്, നല്ലൊരു ഗ്ലോ വെച്ചു കേട്ടോ. നല്ല ഗ്ലോ വെച്ചു, സുന്ദരനായി കേട്ടോ. സോപ്പ് ഇട്ടത് മിടുക്കനായി. പൊന്നുംകുടം ഇതിനാ പൊട്ടല്ലേ, പൊന്നുംകുടത്തിന്. ഓക്കെ, അപ്പോൾ ഇത് മാറ്റി വെക്കട്ടെ. അപ്പം ഇപ്പം കണ്ടില്ലേ, ഒരു നല്ലൊരു നേരത്തെക്കാളിലും ഒരു ബ്രൈറ്റ്നെസ്, ഒരു ഭംഗി, ഒരു സുന്ദരം കണ്ടോ. എടാ, നിന്നെ നന്നായിട്ട് വരാനായിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്യുന്നതല്ലേ. അതിന് നീ ഇങ്ങനെയൊക്കെ കണ്ടോ? എന്തത് ചുമന്ന് തുടുത്തിരിക്കുന്നു നോക്ക്. ടിങ് കണ്ടോ. അപ്പം ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. മടി കൊണ്ടാണ് ബേസിക്കലി ഞാൻ ചെയ്യാത്തത്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്താൽ നല്ല സ്കിന്നൊക്കെ നല്ല ഭംഗിയായിട്ട് വരും. ഈ ടാനൊക്കെ കുറച്ചൊക്കെ മാറി ഇങ്ങനെ വൃത്തിയായിട്ട് വരും കേട്ടോ. ഇനി പോയി കുളിക്കണം നന്നായിട്ട്. മുഖം മാത്രം വൃത്തിയാക്കി പോയല്ലോ, നമ്മൾ ശരീരം സോപ്പിട്ട് കുളിക്കണ്ടേ. ആദ്യം ചേച്ചി മനസ്സ് വൃത്തിയാക്കും. അയ്യോ, ഇവരെവിടുത്തെ ഈ ഡയലോഗൊക്കെ കിട്ടുന്നത്. എൻ്റെ എത്ര നല്ല പളുങ്ക് പോലത്തെ മനസ്സാണെന്നറിയാമോ. തിരിച്ച് ഞാൻ ഇവിടെ എന്റെ മനസ്സുകൊണ്ട് ഇവിടെ ആരോ എല്ലാവരും എഴുതിട്ട് ഓടിപ്പോയനെ. അത് ശരി കേട്ടോ. എടാ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന. ഇവനിങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഇത്ര ഇറിറ്റേഷൻ. ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. അതായത് മാനം ഇടിഞ്ഞു പോകുന്നു, ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ കാണും, കളിയാക്കും. ഇതാണ് ഇവൻ്റെ. അങ്ങനെ ചെയ്തെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, അതിലൊരു പ്രശ്നവുമില്ല. എനിക്ക് എന്നും ഏറി കയറാൻ വയ്യ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ അവനെ കളിയാക്കരുത് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഗ്ലോ ഒക്കെ ഇടയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. ചേച്ചിമാർ അനിയന്മാർക്ക് ചെയ്ത് കൊടുക്കുക, അനിയന്മാർ ചേച്ചിമാർക്ക് ചെയ്ത് തരാം. എടാ, നീ എനിക്ക് ചെയ്ത് തരണം. ഞാൻ ചെയ്ത് തരത്തൊന്നുമില്ല. നമുക്കിനി അച്ഛനെ വിളിച്ചിട്ട് ചെയ്യിക്കാം. അച്ഛനെ അമ്മയെല്ലാം ബാക്കി ഇരിപ്പുണ്ടല്ലോ, അതും കൂടി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു നല്ല വ്ലോഗുമായിട്ട് നിങ്ങളെ കാണാനായിട്ട് വളരെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ കേട്ടോ. എന്താ ഷേപ്പ് ഒന്ന് മാറ്റുന്നുണ്ട്. അയ്യോ ഈശ്വര, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച്. അപ്പം എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും എന്ത് പറയുന്നു, എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫ്രീ ആയിരിക്കുമ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ പറ, ടാറ്റ പറ, ടാറ്റ. അയ്യോ, കൈ അടിച്ചോടാ, സോറിയടാ. ടാറ്റ പറ, ടാറ്റ.